നമുക്കിന്ന് പുറമേ നിന്നുള്ള മസാലകളൊന്നും ചേർക്കാതെ നല്ല നാടൻ രീതിയിൽ തന്നെ കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്ത നല്ല ചിക്കൻ കറിയുടെ റെസിപ്പി കാണാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ മുഴുവനോടെയുള്ള മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ കുരുമുളകും, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ഏലക്കായ, ഒരു കഷ്ണം ഗ്രാമ്പൂ, ഒരു തക്കോലം, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ സാധാരണ നല്ല ജീരകവും ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി വഴറ്റി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഒന്ന് നന്നായി വരുന്ന സമയം വരെ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കവിടെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് ചൂടാറി വന്നു കഴിഞ്ഞാൽ ഒരു മിക്സി ജാറിൻ്റെ ചെറിയ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒപ്പം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് അത് അരയാൻ മാത്രമുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഒരു തരിപ്പായിട്ടൊക്കെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഈ ഒരു പരുവത്തിന് തട്ടിയിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ഇതുപോലെ തന്നെ തരിപ്പായിട്ട് തന്നെ അരച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഇവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. 650 ഗ്രാം ചിക്കൻ പീസസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ചെറിയ സൈസ് സവാള കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നേരത്തെ മസാലക്കൂട്ടിലത്തെ ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി തേച്ച് പിടിപ്പിക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ മിക്സി ജാർ ഒന്ന് കാലിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും, 1 തണ്ട് കറിവേപ്പിലയും, 4 ചെറിയ ഉള്ളിയും, പിന്നെ 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഇതെല്ലാം വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഇത് അരച്ചെടുക്കുക. അത് വിസിൽ ഒരടി അടിച്ചിട്ടുണ്ട്, അത്ര മതി. അതവിടെ എയർ പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ 1/4 കപ്പ് ഒഴിച്ച് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പെരുംജീരകത്തിൻ്റെ ഒക്കെ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു തക്കാളി അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി തക്കാളി നന്നായി വഴന്ന് അതിലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന ആ സമയത്ത് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തരിപ്പായി അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ മസാലയുടെ ഒപ്പം തന്നെ ചിക്കൻ വേവിച്ചത് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം അടക്കം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കുക, നന്നായി മിക്സാക്കിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഗ്രേവിയായിട്ട് അല്ലാച്ചെങ്കിൽ നന്നായി വഴറ്റി റോസ്റ്റാക്കിയിട്ട് ഉപയോഗിക്കാം. അല്ലാച്ചെങ്കിൽ ഒന്നുകൂടി വരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി വരട്ടായിട്ട് ചിക്കൻ കുരുമുളകിട്ട് വരട്ടായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. പറ്റിയൊരു നല്ല അടിപൊളി റെസിപ്പിയാണ്.